ഹായ്. രേണുസുതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ വിഷയവും. അപ്പോൾ രേണുസുതിക്ക് ക്യാൻസർ എന്ന രോഗത്തിൻ്റെ ഇതിൽ ഒരുപാട് പേര് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രേണുസുതിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന തരത്തിൽ ഒരു പൊതുപ്രവർത്തകന് ഒരു സംശയം വരികയാണ്. സഹീർ കണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതിയുമായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പരാതി അവിടെ ഏറ്റെടുത്തു. അപ്പോൾ അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉടനെ നടന്നുകൊണ്ടേയിരിക്കും. എന്തായാലും അത് കാണിക്കണമല്ലോ. അവർക്ക് പൊതുപ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് രോഗികൾ അവർ ഡെയിലി കാണുന്നതാണ്. അവർ ഹോസ്പിറ്റലിലായിരുന്നാലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലായിരുന്നാലും ഒരുപാട് പേഷ്യൻസിനെ അവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസുകളിൽ നിന്നൊന്നും പെടാത്ത ഒരു തരത്തിലുള്ളൊരു ജീവിതമാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി നയിക്കുന്നത്. മേക്കപ്പ് ഇടുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, വിഗ് വയ്ക്കുന്നു, ആടിപ്പാടി ഉല്ലസിക്കുന്നു, ഫോണിൻ്റെ ഉപയോഗം, പിന്നെ എന്താ കൈയുടെ മറ്റേ അത് കീമോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ആ സാധനങ്ങളിലൊക്കെ തട്ടിക്കളിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അയാൾ ഇത് പരാതിയുമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പരാതി എടുത്തു എന്ന രീതിക്ക് അടൂരൻസ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടൂരൻസ് വ്ളോഗിലും അത് അയാളും ഒരു പൊതുപ്രവർത്തകനാണ്. അയാൾ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് പരാതി എടുത്തിട്ടുണ്ടെന്നും പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ ചേച്ചി രമ്യ വന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബില്ലും അവരുടെ മരുന്നിൻ്റെ വിവരങ്ങളൊക്കെ കാണിച്ച് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞു ആ ബില്ല് കള്ളത്തരാണ് അല്ലെങ്കിൽ ആ ഡേറ്റ് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഡേറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് വ്യത്യാസമുണ്ട്. കാരണം അതിൽ കൊടുത്തിരിക്കുന്ന 13/11/2001 എന്ന ഡേറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഡേറ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കോഡാണോ എന്നറിയില്ല. DT എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് വീട്ടുകാരല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ പറഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിൽ പേര് ഉണ്ട് കേട്ടോ. രേഷ്മ പി തങ്കച്ചൻ എന്നൊരു പേര് എനിക്ക് കാണാൻ സാധിച്ചു. അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ ഈ ബില്ല് എടുക്കുമ്പോൾ ആ സമയം തൊട്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് തുടങ്ങിയതാണ്. ഒരുപാട് സ്ക്രീൻഷോട്ട് എടുത്തു. അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്നാണ് ഞാനത് സൂം ചെയ്ത് നോക്കി വന്നപ്പോൾ എനിക്ക് രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ കാര്യം ഒരുപാട് പേര് അത് പേരില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പേര് അതിലുണ്ട്. പക്ഷേ ഈ ഡേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമേ ഒരു ഉറപ്പ് വരുത്തേണ്ടതായിട്ടുള്ളൂ. അത് ഡേറ്റ് ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പിന്നെ രേണുസുതിയെ അസുഖം വന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അസുഖമാണ് മരിച്ചു പോകട്ടെ അങ്ങനത്തെ രീതിക്കൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. ചില രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തനം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് വരുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് അടൂരൻസ് വ്ളോഗിൽ പറയുന്നുണ്ട്, നിങ്ങളെ സ്വർണ്ണ കേസിൽ നിങ്ങളെ പിടിച്ചതിന് തൊട്ട് പിന്നാലെയാണ് നിങ്ങൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗവുമായിട്ട് വന്നതെന്ന്. അതിൽ ഇത് പിടിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ സ്വർണ്ണ കേസിൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് അവർക്ക് ഇപ്പോൾ ഷഫീന ബീവി പറയുന്നുണ്ട്, ഈ പൊതുപ്രവർത്തകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയും പറയുന്നുണ്ട് നിങ്ങളെ സ്വർണ്ണ കേസിൻ്റെ ആ ഒരു വിഷയം വന്നപ്പോഴാണ് നിങ്ങൾ പെട്ടെന്നൊരു രോഗാവസ്ഥ പ്ലാൻ ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് മിക്കവർക്കും ഒരു സംശയം, നിങ്ങൾ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ സത്യമല്ലേ എന്നത്തെ രീതിയിലൊക്കെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാതെ വേറൊരു തരത്തിലും നിങ്ങളെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആരും മോശം പറയുകയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്കും സംസാരിക്കുന്നില്ല. അത് വീഡിയോ ചെയ്യുന്നവരും നിങ്ങൾ ആരും മോശമായിട്ട് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവരെടുത്ത് പറയുന്നതേ ഉള്ളൂ. പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ വെച്ചിട്ട് നിങ്ങളെ സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം അത് ഒന്ന് വ്യക്തത വരുത്തുക. നിങ്ങളെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഞാനിവിടെ കൊടുത്തിരിക്കാം, സ്ക്രീൻഷോട്ടിൽ ഞാനിവിടെ കൊടുത്തിരിക്കാം. പിന്നെ ആ ഡേറ്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്താണോ എന്നുള്ളത് എനിക്കറിയില്ല. 2001 എന്ന് പറയുന്നുണ്ട്. 2023 ആണെന്ന് തോന്നുന്നു സുധി മരിക്കുന്നത്. അപ്പോൾ സുധിയുടെ മരണശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിന് മുൻപുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. 2001 എന്ന് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ഈ ബില്ല് കാണിക്കുമ്പോൾ അതൊരു വിശ്വാസം വന്നില്ല, ഇതിന് ആണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരുമോ? അങ്ങനെയൊക്കെ ചില സംശയങ്ങളൊക്കെയും ആൾക്കാർ പറയുന്നുണ്ട്. കാരണം ഇതിനു മുൻപ് സീമാജി നായരുടെ വിഷയം വന്നപ്പോൾ നിങ്ങൾ അതിനുശേഷം ഇത് ആണ്
അത് ബുദ്ധിയുള്ളവർക്കും ബുദ്ധിയില്ലാത്തവർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഫോട്ടോ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓക്കെയാണ്. നിങ്ങൾ ആ ഫോട്ടോയ്ക്ക് ഇട്ടപ്പോൾ AI ഫോട്ടോ തന്നെയാണ് നമ്മളും അല്ലെങ്കിൽ AI ഫോട്ടോ ചെയ്യുന്നവരെ. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന ആ എഴുത്തിലാണ് ഇരിക്കുന്നത്. ആ എഴുത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് സീമാജി നായർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ കണ്ടു എന്ന തരത്തിലാണ് നിങ്ങൾ ആ ഒരു പോസ്റ്റ് തന്നെ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കണ്ടു എന്ന തരത്തിലാണ്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോഴും നിങ്ങൾ ഇനി AI വീഡിയോ ആണ് അല്ലെങ്കിൽ AI ആണ് എന്ന രീതിക്ക് വരുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം. കാരണം ഈ ഒരു വിഷയം, ഇത് സ്വർണ്ണക്കടത്ത് കേസിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകും കാര്യങ്ങൾ. കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് ചിലപ്പോൾ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തവരും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരായിരുന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് പറയുന്നവരായാലും ആര് തന്നെ ആയിരുന്നാലും ഇത് തെളിഞ്ഞു വരുമ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ളത് അത് വർണ്ണിക്കാൻ പറ്റില്ല. അതായിരിക്കും സ്ഥിതി. കാരണം ഒരു രോഗാവസ്ഥ ചിലപ്പോൾ ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ രോഗാവസ്ഥ കള്ളത്തനമാണോ എന്നൊക്കെ രീതിക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രോഗാവസ്ഥ ഉണ്ടെന്ന് ഞാൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കട്ടെ എന്ന തരത്തിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കള്ളത്തനം അല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് മനസ്സുകൾ വേദനിക്കും എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ മനസ്സുകൾ അത് വേദനിക്കും. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഈ പറയുന്നതല്ല. കാരണം അതാണ്. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇത് പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ കൊച്ചു പിള്ളേരെന്നോ അല്ലെങ്കിൽ വലിയവരെന്നോ എന്നൊരു ചിന്തയില്ലാതെ എല്ലാവർക്കും കടന്നു വരുന്ന ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ പൊരുതി ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാത്ത ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ നിന്നാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ റീച്ചിലൂടെയാണ് നിങ്ങൾ സാമ്പത്തികം ഉണ്ടാക്കുന്നത്. സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കൊണ്ടാണ് നിങ്ങൾ റീച്ചായത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു തരത്തിലും ആൾക്കാർ നിങ്ങളെ അറിയുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് വെച്ചിട്ടാണ് നിങ്ങൾ റീച്ച് കിട്ടുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അഡ്വൻസ് വ്ലോഗിലും പറയുന്നത് കേട്ടു, നിങ്ങൾക്ക് മൂത്ത മകൻ അതായത് കിച്ചു രാഹുൽ ദാസ് എന്ന് പറയുന്ന മകന്റെ പേരിൽ സുധിയുടെ പേര് വരാൻ പാടില്ല എന്ന തരത്തിലൊക്കെ സംസാരവും വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. കാരണം അയാളിങ്ങനെ പറയുന്നത് കേട്ടു, ആ ഒരു പേര് മായ്ച്ചു കളയണം എന്ന രീതിക്കാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഭേദപ്പെട്ട് വരാനായിട്ടുള്ള പരമാവധി ശ്രമിക്കുക. മറ്റ് വിഷയങ്ങളൊക്കെയും ചിന്തിക്കാതിരിക്കുക. ഇതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേടിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. പിന്നെ നിങ്ങൾ റിക്കവറായി വരുന്ന ദിവസം മുതൽ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും വന്നു പോയിട്ടുള്ള കുറ്റങ്ങളായിരുന്നാലും കുറവുകളായിരുന്നാലും സ്വന്തം കയ്യിലുള്ള അല്ലെങ്കിൽ പാളിപ്പോയ എന്തൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നാലും അതിൽ നിന്നൊക്കെയും നിങ്ങൾ മെച്ചപ്പെട്ട് വരാനായിട്ട് ശ്രമിക്കുക. ആ ഒരു മകന് വേണ്ടി ജീവിക്കുക. നിങ്ങൾക്ക് അഭിനയം ഇഷ്ടമാണെങ്കിൽ അഭിനയിക്കുക. അഭിനയം പഠിച്ചിട്ട് വന്ന് ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.